അരിമ്പാത ഉണ്ടാക്കുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. ഫ്ലാറ്റായും കട്ടിയായും ഇത് പ്രത്യക്ഷപ്പെടാം. സിംറ്റംസ് ഒന്നുമില്ലെങ്കിലും കട്ടി കൂടുമ്പോൾ ചിലപ്പോൾ വേദന ഉണ്ടായേക്കാം. മുഖത്തും കയ്യിലും കാലിലും മാത്രമല്ല, കൈപ്പത്തി, കാൽപ്പത്തി, താടി, തലയിൽ, ജനനേന്ദ്രിയങ്ങളിൽ എന്നിങ്ങനെ ശരീരത്തെ എവിടെ വേണമെങ്കിലും അരിമ്പാത പ്രത്യക്ഷപ്പെടാം. ഒന്നു മാത്രമായോ കുറെ അധികമായോ അരിമ്പാത പ്രത്യക്ഷപ്പെടാം. ചികിത്സ എടുത്തില്ലെങ്കിൽ അരിമ്പാത തനിയെ കൊഴിഞ്ഞു പോകുമോ? അതെ, പകുതിയിലധികം അരിമ്പാതകളും ചികിത്സ കൂടാതെ തന്നെ ഒരു വർഷത്തിനുള്ളിൽ കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ചികിത്സ എടുക്കാതിരുന്നാൽ രോഗിയുടെ ശരീരത്തിൽ തന്നെ പല ഭാഗങ്ങളിലേക്കും രോഗിയുമായി കോണ്ടാക്ട് ഉള്ളവരിലേക്കും ഈ രോഗം പകരാൻ സാധ്യതയുണ്ട്. ശരീരത്തുണ്ടാകുന്ന നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത ചെറിയ മുറിവുകളിലൂടെയാണ് അരിമ്പാത പകരുന്നത്. കോണ്ടാക്ട് ഉണ്ടായിക്കഴിഞ്ഞ് ഒരു വർഷത്തിനകം അരിമ്പാത പ്രത്യക്ഷപ്പെടാം. എന്തൊക്കെയാണ് അരിമ്പാതയുടെ ചികിത്സാ രീതികൾ? തൊലിക്ക് കട്ടി കൂടുന്ന അസുഖമായതിനാൽ സാലിസിലിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, യൂറിയ കോമ്പിനേഷനിലുള്ള ലോഷനുകൾ രാത്രി അപ്ലൈ ചെയ്യാനായിട്ട് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. ഇതല്ലാതെ ഫിനോൾ, TCA എന്നിവ ഉപയോഗിച്ചുള്ള കെമിക്കൽ കോട്ടറി, ജനനേന്ദ്രിയത്തിൽ വരുന്ന വാർട്ടുകൾക്ക് പോഡോഫിലിൻ ലോഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സാരീതി, ഇലക്ട്രോ കോട്ടറി, ക്രയോതെറാപ്പി എന്നിവയെല്ലാം വാർട്ടിന്റെ ട്രീറ്റ്മെന്റ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. കോട്ടറി ചെയ്ത് വാർട്ട് കരിയിച്ച് കളഞ്ഞാലും ആ കരിയിച്ച സ്ഥലത്ത് തന്നെ വീണ്ടും വാർട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വലിയ വലിപ്പത്തിലുള്ള വാർട്ടുള്ളവരിലും ഒരുപാട് വാർട്ടുള്ളവരിലുമാണ് ഇതിനുള്ള സാധ്യത കൂടുതൽ. അതിനാൽ വാർട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ, അതായത് ചെറിയ സൈസിലുള്ളപ്പോൾ തന്നെ അടുത്തുള്ള ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുകയും അത് കരിയിച്ച് കളയുകയും ചെയ്യുന്നത് ഈ വീണ്ടും വരാനുള്ള ടെൻഡൻസി കുറയ്ക്കാനും ചെയ്യുന്ന സമയത്തുള്ള പെയിനും ഡിസ്കംഫർട്ടും കുറയ്ക്കാനും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇമ്മ്യൂണിറ്റി കുറവുള്ളവരിൽ ഒരുപാട് വാർട്സ് ഒന്നിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ളവരിൽ പ്രത്യേകിച്ചും, അതല്ലെങ്കിൽ തന്നെ നോർമൽ ഇമ്മ്യൂണിറ്റി ഉള്ളവരിലും ഒരുപാട് വാർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി നൽകാറുണ്ട്. ഇലക്ട്രോ കോട്ടറി ചെയ്താൽ നഖത്തിന്റെ വളർച്ചയെ ബാധിച്ചേക്കാം എന്നുള്ളത് കൊണ്ട് നഖത്തിന് ചുറ്റും വരുന്ന വാർട്ടുകൾക്കും നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി നൽകാറുണ്ട്. നമ്മുടെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സ്റ്റിമുലേറ്റ് ചെയ്ത് വാർട്ടിനെ ചികിത്സിക്കുന്ന രീതിയാണ് ഇമ്മ്യൂണോതെറാപ്പി. കൊച്ചു കുട്ടികൾക്ക് നൽകുന്ന MMR വാക്സിൻ, വൈറ്റമിൻ D, ബ്ലിയോമൈസിൻ എന്നീ മരുന്നുകൾ 2-3 ആഴ്ച ഗ്യാപ്പിൽ വാർട്ടിനുള്ളിലേക്ക് കുത്തിവെക്കുന്ന രീതിയാണ് നമ്മൾ കോമൺ ആയി പ്രാക്ടീസ് ചെയ്യുന്നത്. 2-3 സെഷൻ കൊണ്ട് തന്നെ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അരിമ്പാതകൾ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുകയും അതിന്റെ എണ്ണവും അത് വന്ന സ്ഥലവും അനുസരിച്ച് ട്രീറ്റ്മെന്റ് മെത്തേഡ് സ്വീകരിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നന്ദി.